ഇവിടുത്തെ ഓരോ നദികളും ഗംഗയാണ്. ഇവിടുത്തെ ഓരോ ശിലകളും ശങ്കരനാണ്. ഇവിടെ ജീവിക്കുന്നതും ഈ നാടിനു വേണ്ടിയാണ്, മരിക്കുന്നതും ഭാരതത്തിന് വേണ്ടിയാണ്. മരിച്ചതിന് ശേഷം നമ്മുടെ അസ്ഥികളിൽ കാതു ചേർത്താൽ അപ്പോൾ ആ അസ്ഥികൾ പറയും ഭാരത് മാതാ കി ജയ്. ഇത് ഞാൻ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണ്. വാജ്പേയി എഴുതിയ അതിമനോഹരമായ ദേശസ്നേഹം തുളുമ്പി നിൽക്കുന്ന കവിതയിലെ ഏതാനും വരികൾ ഞാൻ പെട്ടെന്ന് ഓർത്തു പറഞ്ഞതാണ്. വ്യത്യാസം ഉണ്ടായിരിക്കാം. ഏതായാലും അത് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു ആവേശമാണല്ലേ. ഈ സുനിൽ പറഞ്ഞപ്പോഴാണ് ഓർത്തത്, വാജ്പേയി ആദ്യം പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അന്ന് മലയാള മനോരമയിലെ ആ പേജ് ഞാനാണ് ചെയ്തത്. ആ പേജിന് വേണ്ട കാര്യങ്ങളൊക്കെ എഴുതാൻ ഞാൻ തിരുവനന്തപുരത്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കോട്ടയത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അന്നും വാജ്പേയിയുടെ ഒരു കവിത പരിഭാഷ ചെയ്ത് ആ പേജിൽ കൊടുത്തതായിട്ട് ഓർമ്മ വന്നു. ഇന്നിപ്പോൾ വാജ്പേയിയുടെ ജന്മശതാബ്ദി പ്രമാണിച്ചിട്ട് മോദി എഴുതിയ ലേഖനം ഇന്ത്യയിലെ മിക്കവാറും പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മുഖ്യധാരാ പത്രങ്ങളിൽ ഈ കോൺഗ്രസിനെ വിമർശിക്കുന്ന ചില ഭാഗങ്ങളുണ്ട് ആ ലേഖനത്തിൽ. ഉദാഹരണത്തിന് കോൺഗ്രസ് വാജ്പേയി ഒറ്റുകാരൻ എന്ന് വിളിച്ചു, ട്രൈറ്റർ. അങ്ങനെയുള്ള ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ മലയാളത്തിൽ ഇറങ്ങിയതിൻ്റെ അകത്ത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ലേഖനം എഴുതി കൊടുത്താൽ അത് കട്ട് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ, കാരണം അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള ഭാഗങ്ങൾ മതി എന്നൊക്കെ വിചാരിക്കാമല്ലോ. കോൺഗ്രസിനെ വിമർശിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ 1971 യുദ്ധം കഴിഞ്ഞിട്ട് ഇന്ദിരാഗാന്ധിയെ ദുർഗ എന്ന് വാജ്പേയി വിശേഷിപ്പിച്ചു എന്നൊക്കെ കോൺഗ്രസ്സുകാരെ അവകാശപ്പെടാറുണ്ട്. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് വാജ്പേയി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട്. അതെ, പറഞ്ഞിട്ടില്ല. അതെ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ന് ഈ നളിൻ മേത്ത എഴുതിയ ന്യൂ BJP എന്ന് പറഞ്ഞ പുസ്തകം, ഈ വാജ്പേയിയുടെ കുറച്ച് പഴയ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഞാൻ നോക്കി. ഇത് BJPയുടെ ആർക്കൈവ്സ് തുറന്നു കൊടുത്തിട്ടാണ് നളിൻ മേത്ത എഴുതിയിട്ടുള്ള, എന്ന് പറഞ്ഞാൽ സത്യമായ കാര്യങ്ങൾ മാത്രമുള്ളൊരു പുസ്തകം. അതിൽ നോക്കുമ്പോഴാണ് 1971 തന്നെ ഈ ജനസംഘം പ്രസിഡൻ്റായിരുന്നപ്പോൾ വാജ്പേയി നിർദ്ദേശിച്ചതാണ് ഡീമോണിറ്റൈസേഷൻ, ഈ നോട്ട് നിരോധനം എന്ന് പറഞ്ഞ പരിപാടി. അത് അന്നൊരു ബിസിനസ് മാഗസിനിൽ തന്നെ വാജ്പേയിയുടെ അഭിമുഖം വന്നിട്ടുണ്ട്. ഇത് നടപ്പാക്കുന്നത് കള്ളപ്പണം ഇല്ലായ്മ ചെയ്യാനാണ്, നികുതി വെട്ടിപ്പ് തടയാൻ വേണ്ടിയിട്ടാണ്. വലിയ കറൻസി ഉണ്ടല്ലോ, വലിയ വിലയുള്ളത്, അന്ന് 2000 500 പോലും അന്നില്ല. ഇല്ല. അന്നത്തെ ഏറ്റവും വലുത് 100 അത് റദ്ദാക്കണം എന്നുള്ളതാണ് അന്ന് വാജ്പേയി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ചെയ്തിട്ട് ഗ്രാമീണ മേഖലകൾക്കായി വികസന കടപ്പത്രം ഇറക്കണം, ഗ്രാമങ്ങൾ വികസിക്കാൻ വേണ്ടിയിട്ട്. 1971 വാജ്പേയി പറഞ്ഞതാണ് പിന്നീട് മോദി നടപ്പാക്കി 2014. അതെ, അത് അധികം വാജ്പേയിയുടെ ജീവിതത്തിൽ അധികം ആരും ശ്രദ്ധിക്കാത്തതോ അറിയപ്പെടാത്തതോ ഒക്കെയുള്ള കാര്യങ്ങളാണ്. ഈ 1977 ജനതാ പാർട്ടിയിലേക്ക് ജനസംഘം ലയിക്കുകയാണല്ലോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നീട് ഈ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ഈ സെറ്റുകൾ RSSലെ അംഗത്വം പാടില്ല എന്ന് നിബന്ധന വെച്ചു. ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ RSSകാരെ ആവരുത്, അതിൽ അംഗത്വം പാടില്ല, അങ്ങനെ ഇരട്ട അംഗത്വം പാടില്ല എന്ന്. 1980 ഇന്ദിരാഗാന്ധി തിരിച്ചു വരുമ്പോൾ ആ സമയത്ത് ജഗജീവൻ റാം കോൺഗ്രസ് ഫോർ ഡെമോക്രസി, ഈ ജഗജീവൻ റാമിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ 1946 അംബേദ്കറെ മന്ത്രിയാക്കിയില്ലല്ലോ, 1947 ആക്കുന്നത്. അംബേദ്കറെ മന്ത്രിയാക്കാത്തപ്പോഴും നെഹ്റു മന്ത്രിയാക്കിയ ഒരാളാണ് ജഗജീവൻ റാം. ഞാനിപ്പോൾ ജഗജീവൻ റാമിൻ്റെ ആ തടിച്ച ശരീരം ഞാൻ ഓർക്കുമായിരുന്നു. ഒരു ഭീമാകാരനായ മനുഷ്യൻ. അതെ, കറുത്ത് വലിയ തടിയൊക്കെ ആയിട്ടുള്ളത്.
മീര കുമാർ മകള് പിന്നെ സ്പീക്കറൊക്കെ ആയി. അപ്പോൾ ജഗ്ജീവൻ റാം ബീഹാറിൽ നിന്നുള്ള നേതാവാണ്. അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലും അംഗമായിരുന്നു. അപ്പോൾ ഈ ജഗ്ജീവൻ റാം അന്ന് കോൺഗ്രസ് ഫോർ ഡെമോക്രസി CFD എന്ന് പറഞ്ഞിട്ട് വേറൊരു പാർട്ടി ഉണ്ടാക്കി വന്നിരുന്നു. അപ്പോൾ 1980 തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ ഈ ജനതാ പാർട്ടി അങ്ങനെ തന്നെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ജഗ്ജീവൻ റാം വീണ്ടും നിർബന്ധം പിടിച്ചു RSSലെ അംഗത്വം ഇനി ജനതാ പാർട്ടിയിൽ പാടില്ല. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഈ പഴയ ജനസംഘക്കാര് ജനതാ പാർട്ടി വിട്ടിട്ട് പിന്നെ BJP രൂപീകരിക്കുന്നത് 1980 ആദ്യം. അങ്ങനെ രൂപീകരിക്കുന്നത് 1980 ഏപ്രിൽ 5. അങ്ങനെ പറഞ്ഞ ജഗ്ജീവൻ റാമിൻ്റെ മകൾ എവിടെ എത്തി? അതെ, എവിടെ എത്തി? അപ്പോൾ 1980 ഏപ്രിൽ 5 രൂപീകരിക്കുന്നു. അപ്പോൾ ജനതാ അന്ന് ഇന്ദിരാഗാന്ധി തിരിച്ചു വന്നു. ജനതാ പാർട്ടിക്ക് കിട്ടിയ 28 MP-മാർ, അതിൽ ലോക്സഭ MP-മാരിൽ 15 പേരും ഈ BJPയിൽ വന്നു. രാജ്യസഭ അംഗങ്ങളായിരുന്ന 14 പേരും ജനതാ പാർട്ടി ഇതിലേക്ക് വന്നു. എന്ന് പറഞ്ഞാൽ പഴയ ജനസംഘക്കാർ തന്നെയാണ് ജയിച്ചത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 1980 ആദ്യത്തെ കൺവെൻഷനിൽ സത്യത്തിൽ ഈ RSSുമായിട്ടുള്ള ബന്ധം അങ്ങനെ വ്യക്തമാക്കുന്ന, സാധാരണഗതിയിൽ ബാക്ക്ഡ്രോപ്പിൽ ചിത്രങ്ങൾ വെക്കുമല്ലോ, ആ ചിത്രങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. ഗാന്ധിയുടെ ചിത്രം ഈ പരിപാടിക്കോ? അതാണ് ഞാൻ അറിയപ്പെടാത്ത കാര്യങ്ങളും 3-4 കാര്യം പറയാമെന്ന് ഇന്ന് വിചാരിക്കുന്നത്. ആ സാധാരണ വെക്കുന്ന ചിത്രങ്ങളല്ലാതെ ഗാന്ധിയുടെ ചിത്രം, ജയപ്രകാശ് നാരായണന്റെ ചിത്രം, JPയുടെ, ദീൻ ദയാൽ ഉപാധ്യായയുടെ ചിത്രം, ഈ കൂട്ടത്തിൽ നിന്ന് ദീൻ ദയാൽ ഉപാധ്യായയുടെ ചിത്രം മാത്രമാണ് ബാക്ക്ഡ്രോപ്പിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് 1970 ജനതാ പാർട്ടിയുടെ പത്രികയുണ്ടല്ലോ, നയങ്ങളൊക്കെ പറയുന്നത്, അത് തന്നെ നമുക്ക് സ്വീകരിക്കാമെന്ന് വാജ്പേയിയാണ് ആദ്യത്തെ പ്രസിഡന്റ് BJP. അദ്ദേഹം പറയുന്നു. അത് കഴിഞ്ഞ് 1980 ഡിസംബർ 28 മുതൽ 30 വരെ മുംബൈയിൽ പ്ലീനറി സെഷൻ നടത്തി. ആ പ്ലീനറി സെഷനിൽ വെച്ചിട്ട് വാജ്പേയി പറഞ്ഞൊരു കാര്യം ഇപ്പം പ്രധാനമാണ്. വാജ്പേയി പ്രഖ്യാപിച്ചു, നമ്മൾ BJP അംബേദ്കർ പറഞ്ഞ സമത എന്ന് പറഞ്ഞ പ്രത്യയശാസ്ത്രമാണ് സ്വീകരിക്കുക. സമത, സമന്വയം എന്നുള്ള പ്രത്യയശാസ്ത്രമാണ് സ്വീകരിക്കുക. ഇത് അന്ന് വാജ്പേയി പറഞ്ഞാണ്, അംബേദ്കറെ ഉദ്ധരിച്ചിട്ട് സമത ആണ് സ്വീകരിക്കുക. നമ്മുടെ നയം പോസിറ്റീവ് സെക്യുലറിസം ആയിരിക്കും എന്ന് പറഞ്ഞു. അതായത് പോസിറ്റീവ് സെക്യുലറിസം എന്താണെന്നപ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാവുമല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇതാണ് ശിവജി സ്വീകരിച്ചിരുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് വിശദീകരിച്ചു. ആഗ്രയിൽ തടവിലായിരുന്നപ്പോൾ ഒരു മുസ്ലിമായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ടുണ്ടായിരുന്നത്, ശിവജിയുടെ. 1661 കൊങ്കൺ മാർച്ചിൽ ഒരു മുസ്ലിം സന്യാസിയെ കേൾഷിയിൽ, അതായത് രത്നഗിരി സവർക്കറുടെ സ്ഥലമാണല്ലോ, കേൾഷിയിൽ പോയി ഒരു മുസ്ലിം സന്യാസിയായ യാക്കത്ത് ബാബയെ ശിവജി കണ്ടിരുന്നു. സൂഫിയാണോ? കണ്ടിരുന്നു. അപ്പോൾ ഇതൊക്കെ പോസിറ്റീവ് സെക്യുലറിസത്തിൽ പെടുന്ന അദ്ദേഹം വിശദീകരിച്ചു. പക്ഷേ BJPയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഗ്വാളിയർ ആണല്ലോ സ്ഥലം വാജ്പേയിയുടെ, ഗ്വാളിയറിൽ നിന്ന് തന്നെയുള്ള വിജയരാജെ സിന്ധ്യ, 33 പേജാണ് BJPയുടെ നയപത്രിക. ഈ പോസിറ്റീവ് സെക്യുലറിസം, ഗാന്ധിയൻ സോഷ്യലിസം ഒക്കെയാണ് പറയുന്നത്. അതിനെതിരെ വിജയരാജെ സിന്ധ്യ, നമുക്ക് ഇതല്ല ചേർന്നത്, നമ്മൾ ഗാന്ധിയൊന്നും പിൻപറ്റി നടക്കേണ്ടതില്ല, നമ്മുടെ ഐഡന്റിറ്റി വേറെയാണ്, നമ്മുടെ ഐഡന്റിറ്റി വേറെയാണ് എന്ന് പറഞ്ഞിട്ട് 5 പേജ് ഒരു ബദൽ രേഖ അവിടുത്തെ രാഘവനല്ലേ, അവിടെ ഒരു ബദൽ രേഖ വിതരണം ചെയ്തു. പിന്നെ ഇവരെല്ലാവരും കൂടിയൊക്കെ പോയിട്ട് നിങ്ങളിത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സോപ്പിട്ടു.
അപ്പോൾ 1980 ആദ്യം ഇങ്ങനെ BJP വരുമ്പോൾ ഈ ജനതാ BJPയെ വേറൊരു തരത്തിൽ ജനതാ പാർട്ടിയാക്കാനാണ് വാജ്പേയി ശ്രമിച്ചത് എന്ന് പറഞ്ഞിട്ട് ജനസംഘത്തിൻ്റെയൊക്കെ പ്രസിഡൻ്റായിരുന്ന ബൽരാജ് മധോക്ക് വിമർശിച്ചിരുന്നു. അന്ന് സ്വീകരിച്ച കൊടി ജനസംഘത്തിൻ്റെതാണെങ്കിൽ കാവിക്കൊടിയാണ്. ഇത് 2 നിറമുള്ള കൊടി. കാവി ഉണ്ടല്ലോ. 2 നിറമുള്ള കൊടി. പക്ഷെ ഗാന്ധിയൻ സോഷ്യലിസത്തിൻ്റെ ഒരു കൊടിയാണ് എന്നൊക്കെ മധോക്ക് വിമർശിച്ചു. നമ്മുടെ കാവിക്കൊടിയും പ്രത്യയശാസ്ത്രവും മറക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് 1984 പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 2 സീറ്റേ ഉള്ളൂ. 2-ൽ നിന്നാണ് ഇവിടെ എത്തിയത്. 2-ൽ നിന്നാണ് എത്തിയത്. പിന്നെ എന്ത് ചെയ്തു? അയോധ്യ, കാശി, മധുര ഈ ക്ഷേത്ര കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. മധോക്ക് പറയുകയാണ് 89-ലാണ് ഹിന്ദു മതമാണ് നമ്മുടെ പ്രത്യയശാസ്ത്രമെന്ന് BJP തീരുമാനിക്കുന്നത്. പാലംപൂർ കൺവെൻഷൻ, പാലംപൂർ സമ്മേളനത്തിൽ. അതെ, 1961 സെപ്റ്റംബർ 30-ന് ലോക്സഭയിൽ ബൽരാജ് മധോക്ക് ഈ ക്ഷേത്രങ്ങളുടെ കാര്യം സംസാരിച്ചിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതായത് വാജ്പേയിയിൽ നിന്ന്, ഇന്നിപ്പോൾ മോദി ലേഖനം എഴുതുന്നുണ്ടല്ലോ, വാജ്പേയിയിൽ നിന്ന് മോദിയിലേക്ക് എത്തുമ്പോൾ ഈ പ്രത്യയശാസ്ത്രത്തിലൊക്കെ ശരിക്കും ഒരു ഹിന്ദു പ്രത്യയശാസ്ത്രത്തിലേക്ക് അല്ല സാറ് പറഞ്ഞു വരുന്നത്. ഞാൻ ഇതുവരെ പറഞ്ഞു വെച്ചത് ഞാനൊന്ന് കൂട്ടിച്ചേർക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വാജ്പേയി കൊളുത്തിക്കൊടുത്ത ദീപശിഖയാണ് മോദി പിടിച്ചുകൊണ്ട് പോകുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. അതെ, നോട്ട് നിരോധനം മുതൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ വാജ്പേയി ആരംഭിച്ചതാണ്. അതിൻ്റെ പൂർത്തീകരണം ഒരു റിലേ ഓടുന്നത് പോലെ ബാറ്റൺ അവിടുന്ന് കിട്ടിയ ബാറ്റണുമായിട്ടാണ് മോദി പോകുന്നത്. ഒരു ഘട്ടത്തിൽ പരാജയം ഉണ്ടാകുന്നുണ്ട്. അതാണല്ലോ 2 സീറ്റിൻ്റെയൊക്കെ കാര്യം പറയുന്നത്, ബൽരാജ് മധോക്കിൻ്റെയൊക്കെ വിമർശനമൊക്കെ. പക്ഷെ തിരിച്ചറിയുന്നുണ്ട് ഗാന്ധിയൻ സോഷ്യലിസം അല്ല നമുക്ക് വേണ്ടത്. ആ തിരിച്ചറിവിൻ്റെയും കൂടി കാര്യമാണ് ഞാൻ പറയുന്നത്. വിജയരാജ സിന്ധ്യ അന്ന് തന്നെ ഇതിനെ എതിർക്കുന്നുണ്ട്. ശരിക്കും ഒരു പ്രത്യയശാസ്ത്രപരമായ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുകയും പാർട്ടി ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിടുകയും ചെയ്തത് വിജയരാജ സിന്ധ്യയാണെന്ന് പറയാം. അവിടെ ഒരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാക്കി. അല്ലെങ്കിൽ ഇങ്ങനെ പഴയ ട്രാക്കിൽ കൂടെ പോകുക. അങ്ങനെ തന്നെ ഇത് ഇങ്ങനെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ RSSന്റെ ശരിക്കുള്ള പ്രത്യയശാസ്ത്രം കൂടിയാണല്ലോ വിജയരാജ സിന്ധ്യ പറയുന്നത്. അതെ, RSS നിന്ന് വരുന്നവരാണ് എല്ലാവരും. വാജ്പേയിയും അതെ, അദ്വാനിയും അതെ, വാജ്പേയിക്ക് ശേഷം ദീപശിഖ എന്തെന്ന് അദ്വാനിയും ഒക്കെ അതെ. പക്ഷെ കുറേയും കൂടി വ്യക്തതയും കൃത്യതയും വരുന്നത് ഈ സ്റ്റേറ്റ്മെന്റിലൂടെയാണ്, ഈ ഇടപെടലിലൂടെയും പിന്നെ മോദിയുടെ കാലത്തും ആണ് വരുന്നത്. ഏതായാലും നമുക്ക് ചിന്തകന്മാരായിട്ടുള്ള ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് അംബേദ്കറെ സ്വീകരിക്കുന്നുണ്ട് വാജ്പേയി. ക്രാന്തദർശികളായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. കവി ഹൃദയമുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നത്, അതും ദേശസ്നേഹത്താൽ പ്രചോദിതമായി. അസാമാന്യമായ വാഗ്ധോരണി. സാമാന്യമായ വാഗ്ധോരണി. ഇങ്ങനെ അനുസ്യൂതം ഒഴുകി വരുന്ന വാക്ക്. ഭാഷ അറിയില്ലെങ്കിലും നമ്മൾ കേട്ടിരുന്നു പോകും, അല്ലേ? കേട്ടിരുന്നു പോകും, ഇഷ്ടപ്പെട്ടു പോകും. ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നത്, ഡൽഹിയിൽ വെച്ചിട്ട് ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വാജ്പേയിയുടെ കൂടെ, നേതാവിൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് ഒരു പങ്ക്തി സാധാരണ തെരഞ്ഞെടുപ്പ് കാലത്ത് വരുമല്ലോ. അപ്പൊ D. വിജയമോഹൻ വാജ്പേയിയുടെ കൂടെ ഡൽഹി വിമാനത്തിൽ പോയി. ഞാൻ ഡൽഹിയിലുണ്ട്. തിരിച്ചു വന്നപ്പോൾ ഞാൻ വിജയമോഹനോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. വിജയമോഹൻ ഈ വിസ്മയ സ്തബ്ധനായിട്ട്, എന്തൊരു മനുഷ്യനായിരുന്നു അല്ലേ, എന്തൊരു മനുഷ്യൻ. അപ്പോൾ ഡിസംബർ 25-ന് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാജ്പേയിയെ ഓർമ്മിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ മഹാനായ ആ ഭാരതപുത്രന് ഓർമ്മ ദിവസം അല്ലേ, ഓർമ്മകൾ പുതുക്കുന്നൊരു ജന്മശതാബ്ദിയാണ്. അദ്ദേഹം യേശുദേവൻ ജനിച്ച അതേ ദിവസം ജനിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. രണ്ടുപേരുടെയും ജീവിതത്തിൻ്റെ സന്ദേശം എല്ലാവരുടെയും നന്മയായിരുന്നു. വാജ്പേയിക്ക് ജന്മദിനാശംസകൾ എന്ന് പറയുന്നതിനകത്ത് അനൗചിത്യമുണ്ടോ? പറയാമല്ലോ, പറയാം. കാരണം അദ്ദേഹം സ്വർഗീയ വാജ്പേയിക്ക് നമ്മുടെ കൂപ്പുകൈ, ജന്മദിന പ്രണാമം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.